റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സീറോ മലബാർ സഭ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. അനാവശ്യ വിവാദമുണ്ടാക്കി മന്ത്രി വിഷയത്തിന്റെ മെറിറ്റ് കളയുകയാണ്. NSSന്റെ കാര്യത്തിൽ സർക്കാരിന് ഇരട്ട നീതിയാണെന്നും സീറോ മലബാർ സഭ വിമർശിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം പ്രതികരണം. ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പഠനം നടത്തിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്നതുമാണ്. അദ്ദേഹം ആദ്യമായിട്ട് പറയുന്ന കാര്യം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷി നിയമനങ്ങൾക്കെതിരാണെന്ന് അദ്ദേഹം ആദ്യം വളരെ വിവാദപരമായ പ്രസ്താവന നടത്തി. ഇതേ വിഷയവുമായി NSS സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ NSSനുള്ള ഉത്തരവ് അങ്ങനെയുള്ള ഭിന്നശേഷി പോസ്റ്റുകൾ ഒഴിച്ചിട്ട ശേഷം ബാക്കി ഒഴിവുകൾക്ക് പോസ്റ്റുകൾക്ക് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക എന്നുള്ളതാണ്. അത് വളരെ നീതിപൂർവകമായ പ്രായോഗികമായിട്ടുള്ള ഒരു ഉത്തരവും നിർദ്ദേശവുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഈ ഗവൺമെന്റിനോട് ഒരു സംഘർഷത്തിന് പോവുക എന്നുള്ളതല്ല, മറിച്ച് സംഭാഷണത്തിന് പോവുക എന്നുള്ളതാണ്. ലെബി സഞ്ജിതനോട് കൂടുതൽ വിവരങ്ങളുമായി. ലെബി, വെരി ഗുഡ് മോർണിംഗ് ലെബി. ഇപ്പോൾ അനാവശ്യമായ ഒരു വിവാദമാണോ സംസ്ഥാനത്ത് ഉടലെടുക്കുന്നത്? സുപ്രീം കോടതിയിൽ NSS പോയി ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ നിയമിക്കണം എന്ന് പറയുന്ന ആ വിഷയം സുപ്രീം കോടതി തന്നെ NSSന്റെ കാര്യത്തിൽ NSSന് അനുകൂലമായിട്ട് വിധിച്ചു. അവർക്ക് കൂടുതൽ അപ്പോയിന്റ്മെന്റ് നടത്താൻ സാധിച്ചു. മറ്റു സഭകൾക്കും മാനേജ്മെന്റുകൾക്കും സുപ്രീം കോടതിയിൽ പോയാൽ ഈ വിധി കിട്ടുന്നതാണ്. ആ വിധി കിട്ടിയാൽ സർക്കാരിന് തടസ്സവും ഉണ്ടാവില്ലല്ലോ. ഇതിൽ എവിടെയാണ് ഒരു വിമർശനം ഉണ്ടാവുന്നത്? മന്ത്രി എവിടെയാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് സഭ പറയുന്നത്? ലിബി സുജീന്ദ്രൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സഭയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. കാരണം NSSന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായപ്പോൾ അതിൽ കൃത്യമായി സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ട് എന്നാണ് സഭ പറയുന്നത്. അതായത് സമാന രീതിയിൽ മറ്റ് എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ഇത്തരത്തിലുള്ള നിയമനം, അതായത് ഈ ഭിന്നശേഷിക്കാരുടെ നിയമനം പൂർത്തീകരിക്കാനായില്ലെങ്കിൽ അത് ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള നിയമനം നടത്താമെന്നുള്ള കാര്യത്തിൽ സമാന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ മറ്റ് എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ഇപ്പോൾ ഈ പുതിയ NSSന് കിട്ടിയ അതേ ആനുകൂല്യം കിട്ടുന്നുണ്ട്. ആ സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത്. എന്നിട്ട് ഈ ഒരു സർക്കാർ ഉത്തരവിട്ടുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടും അവധാനതയില്ലാത്ത നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഒരു സർക്കാർ ഉത്തരവ് കൊണ്ട് മറികടക്കേണ്ട വിഷയം സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ കൃത്യമായ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് സഭ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നിർദ്ദേശമേ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ NSSന് ലഭിച്ച ഇതേ ആനുകൂല്യം ഇപ്പോൾ സഭയ്ക്കും മറ്റ് എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ഇതേ മാനദണ്ഡത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ നൽകേണ്ടതാണ് എന്നുള്ള നിലപാടാണ് സഭയ്ക്കുള്ളത്. ഒരു സർക്കാർ ഉത്തരവ് കൊണ്ട് മറികടക്കേണ്ട വിഷയമാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സങ്കീർണമാക്കുന്നത്. അത് മാത്രമല്ല, ഒരു സഭയുടെ പ്രതിഷേധത്തെ അല്ലെങ്കിൽ സഭ ഇതിനോട് കാണിക്കുന്ന വിമർശനത്തെ വിരട്ടലായി സംസ്ഥാന സർക്കാർ വ്യാഖ്യാനിക്കുകയാണ്, വിദ്യാഭ്യാസ മന്ത്രി വ്യാഖ്യാനിക്കുകയാണ്. ഒരു സഹന സമരത്തെയാണ്, സഭയുടെ സഹന സമരത്തെ ഇത്തരത്തിൽ ധാർഷ്ട്യത്തോടുകൂടി ഇതിനോടുള്ള പ്രതികരണം വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്നത് അനുചിതമാണ്. ഇതിൽ സഭയ്ക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. സഭ സംഘർഷത്തിനല്ല, സമാധാനപരമായ ചർച്ചയ്ക്കാണ് ശ്രമിക്കുന്നത്, സംഭാഷണത്തിനാണ് സഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുമായി ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സഭ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ വേണ്ടത്ര പഠിക്കാതെ ഈ വിഷയത്തിൽ ഇത്തരം സങ്കുചിതമായ കാഴ്ചപ്പാടോടുകൂടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സിറോ മലബാർ സഭയ്ക്ക് ഉള്ളത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ലെബി സുജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ പഠിക്കാതെയാണ് പറയുന്നത് എന്നാണ് സഭയുടെ വിമർശനം. ഇനി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമാണ്.